മനുഷ്യന് വെറുതെ കിട്ടുന്നൊരു സാധനമാണ് അഹങ്കാരം. വെറുതെ അല്ല, മനുഷ്യൻ വല്ലതും കരസ്ഥമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സാധനമാണ് അഹങ്കാരം. അധികം ആളുകൾക്കുണ്ടാവും എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു ഹുങ്കാടിക്കൽ, ഒന്ന് ഞെറിഞ്ഞ് വിരിഞ്ഞിരുന്ന് ആളുകളെ മുന്നിലൊക്കെ ഒന്ന് ജാടട്ട് ഒന്ന് അഹങ്കരിച്ച് എനിക്കതുണ്ട് എന്ന് നാലാളെ അറിയിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു മനോഭാവം. എന്നാൽ ബാക്കിയുള്ള ആർക്കും അതില്ല എന്നുള്ള അങ്ങനെയൊരിതും അഹങ്കാരം എന്ന് വിളിക്കും. ആദ്യം പറഞ്ഞതുപോലെ ഫ്രീ കിട്ടുന്നതാണ്. അതിന് അത് കിട്ടാൻ അധികം മുതൽ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീ കിട്ടും മനുഷ്യന്. അങ്ങനെ ആ ഫ്രീ കിട്ടുന്ന വസ്തു ഉണ്ടല്ലേ, ഒരിക്കലും നിങ്ങളെ ഉന്നതിയിലെത്തിക്കൂല എന്ന് തീർത്ത് പറഞ്ഞു. നിങ്ങളെ നശിപ്പിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ അടുത്തുള്ളത് എന്തോ വലിയ സാധനമാണെന്ന് കരുതി നിങ്ങളതിമ കൂടിയിരിക്കും. അതിൻ്റെ അപ്പുറത്തുള്ള നമുക്ക് ഇരിക്കാനോ ഒന്ന് പിടിക്കാനോ എത്തിപ്പിടിക്കാനോ നിങ്ങൾ ശ്രമിക്കൂല. പറയപ്പെടാറുണ്ട്, എന്ത്, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്. മുയലിന് കൊമ്പ് തന്നെ അല്ല, ആകെ 2 ചെവിയാണുള്ളത്. ആ സ്ഥാനത്താണ് 4 കൊമ്പ്. ഈ ഒരു മനോഭാവമുണ്ട് മനുഷ്യൻ. ഞാൻ വലിയ സംഭവം, ഞാൻ ബാക്കിയുള്ളവരൊക്കെ എന്തോ രജിസ്റ്റർഡ് ജീവികളെ പോലെ താഴ്ന്ന ആളുകളാണെന്നൊക്കെ വിചാരം. അപ്പോൾ അത് തന്നെ പറഞ്ഞല്ലോ, എവിടെ എത്താൻ പോകുന്നില്ല. നിങ്ങൾ അഹങ്കാരം കൊണ്ട് എവിടെയും എത്തും. ആ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിവെച്ച് അല്പം വിനയത്തോടു കൂടെ നടക്കാം. ഒരു കഥയുണ്ട്, അത് പറയാനാണ് കൊണ്ടുവന്നത്. ഒരു പണ്ഡിതൻ്റെ കഥയാണ്. ബാഗ്ദാദിലെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ട്. അദ്ദേഹം ആളുകൾക്ക് കൂടിയിരിക്കുന്ന സദസ്സിൽ വലിയ ക്ലാസ് എടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ധാരാളം വിദേശ നാടുകളിൽ നിന്ന് ആളുകൾ വരാറുണ്ട് അറിവ് പഠിക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്തുദ്ദേശിച്ചു? യാത്ര പോകാൻ ഉദ്ദേശിച്ചു. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കർഷകനെ കണ്ടു. കർഷകൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നന്നായിട്ട് വ്യാപൃതനായിരിക്കുന്ന ആളുണ്ട്. നന്നായിട്ട് ജോലി എടുക്കണം. അതും ചെന്ന് വിളിച്ചു. വിളി കേട്ടില്ല. പിന്നെയും ചെന്ന് വിളിച്ചു. അപ്പോൾ കർഷകൻ ഒന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ചോദ്യം കർഷകൻ. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇത്രയും വലിയ പണ്ഡിതനായ എന്നെ നിനക്കറിയില്ലേ? ഞാൻ വലിയ പണ്ഡിതനാണ്. ഏത് പണ്ഡിതൻ? വീണ്ടും കർഷകൻ. അദ്ദേഹം പറഞ്ഞു, ബഗ്ദാദിലെ വലിയ പണ്ഡിതനാണ് ഞാൻ നിൻ്റെയും എൻ്റെയും അറിവിൻ്റെ അന്തരം നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു കമ്പെടുത്തിട്ട് ഒരു വൃത്തം വരച്ചു. എന്നിട്ട് അതിൻ്റെ അടുത്ത് കുറച്ചുകൂടെ വലിയൊരു വൃത്തം. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന ചെറിയ വൃത്തമുണ്ടല്ലോ, അത് നിൻ്റെ അറിവിനെ സൂചിപ്പിക്കും. ഈ കാണുന്ന വലിയ വൃത്തമുണ്ടല്ലോ, അതെൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു. ഈ കാണുന്ന ചെറിയ വൃത്തം എൻ്റേത്, വലിയ വൃത്തം നിങ്ങളുടേത്. സമ്മതിച്ചു. എന്നിട്ട് ആ കമ്പ് വാങ്ങിയിട്ട് ആ കർഷകൻ വലിയൊരു കുറച്ച് നല്ല വലുപ്പമുള്ളൊരു വൃത്തം വരയ്ക്കും. അപ്പോൾ പണ്ഡിതൻ്റെ മുഖഭാവം മാറി. എന്താണ് നീ പറയുന്നത്? എന്താ നീ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു. കർഷകൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുതെൻ്റെ അറിവ്, വലുത് നിങ്ങളുടെ അറിവ്. ഈ വലുത് എന്തെന്നറിയുമെന്ന് ചോദിച്ചു. ഏറ്റവും വലുത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ആ കർഷകൻ പറയുന്നുണ്ട്, ഇത് എനിക്കോ നിങ്ങൾക്കോ അറിയാത്ത അറിവിൻ്റെ മഹാസമുദ്രമാണ്.
നിങ്ങളെ അടുത്തുള്ള അറിവ് കൊണ്ട് അഹങ്കരിക്കല വേണ്ടത്. മറിച്ച് നമ്മൾക്ക് രണ്ടുപേർക്കും അറിയാത്ത ഈ ബാക്കിയുള്ള അറിവിനെ അന്വേഷിക്കുകയാണ് വേണ്ടത്. ആ ഒരു പാവം കർഷകൻ അത്രയും വലിയ പണ്ഡിതനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ അറിവല്ല പ്രവർത്തിച്ചത്, തിരിച്ചറിവാണ് അവിടെ പ്രവർത്തിച്ചത്. അതാണ് മനുഷ്യന് വേണ്ടത്, തിരിച്ചറിവ്. കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അതേ വേണ്ടത്. അവിടെ പണ്ഡിതൻ എന്നിട്ട് ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് തൻ്റെ അറിവിനെ അന്വേഷിക്കുന്ന വഴിയിൽ സഞ്ചരിക്കണം. അതാണ് കഥ. ഇത് മനസ്സിലാക്കുന്നത് എത്ര ചെറുതാണെങ്കിലും തിരിച്ചറിവും വേണം, അഹങ്കാരം ഒഴിവാക്കുകയും വേണം. എങ്കിലും എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. അഹങ്കരിച്ച് നടന്നുകൊണ്ട് എവിടെയും എത്താൻ പോകുന്നില്ല. ഇതിലെ പണ്ഡിതനെ പോലെ എനിക്ക് കിട്ടിയത് വലുത്, ഇതിനേക്കാളൊന്നും വലുതില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് പോലെ സ്വന്തം ഭാഗത്തിൽ തോന്നി അവിടെ അങ്ങനെ ഇരിക്കും. അതല്ല, നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേടിയെടുത്തത് ഒന്നുമായില്ല എന്ന് കരുതരുത്. കാരണം നിങ്ങൾ നേടിയെടുത്തത് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയെടുത്തത് തന്നെയാണ്. നിങ്ങൾ നേടിയെടുത്തതിൻ്റെ പൂർണ്ണതയിൽ മുഴുവനും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളതിൻ്റെ പൂർണ്ണത എത്തിപ്പിടിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടെ പരിഗണിച്ചുകൊണ്ട് മുന്നേറുക. അവിടെയാണ് വിജയമുള്ളത്. അങ്ങനെ ചെയ്തു നോക്ക്, വിജയിക്കാൻ കഴിയും. ജീവിതത്തിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വിജയം നിങ്ങളുടെ കൂടെയാണ്. അഥവാ മനുഷ്യൻ്റെ കൂടെയാണ് വിജയം.